എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഉണ്ണിക്ക് ഹോസ്റ്റലിൽ തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ട ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഞാനമ്മയും തൃശ്ശൂർ പോയി വാങ്ങി. പക്ഷേ അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകാനുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. രാവിലെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തെങ്കിലും എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം 11 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയോടുകൂടി ആവുന്നതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ മാറ്റിയിട്ട് വൈകുന്നേരത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്ലാന്റ് ഒന്നും നനയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്തായാലും നനച്ചിടാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ പാപ്പൂസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ണി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളുടെ കൂടിയാണ് ഞാൻ ഫുൾ ടൈം. ഇവളും കൂടി ഇല്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോയേനെ കേട്ടോ. കാരണം അച്ഛനമ്മയൊക്കെ പണിക്ക് പോകും, ഞാൻ ബോറടിച്ചിരുന്നേനെ. ഇവളുള്ളതുകൊണ്ട് തന്നെ എൻ്റെ കുറേ സമയം ഇവളുടെ കൂടെ കളിച്ച് പോകും കേട്ടോ. പ്ലാന്റ് ഒരെണ്ണം ഞാൻ അവിടെ കുത്തി വെച്ചതാണ് കേട്ടോ, വെറുതെ എടുത്തിട്ട് അടുക്കളയിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. പക്ഷെ അത് പിടിച്ച് കിട്ടിയില്ല, എന്ത് പറ്റിയാണോ? സാധാരണ അത് പിടിക്കേണ്ടതാണ്, ഇത് പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ മാറ്റി പഴുത്ത ഇലകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് പുല്ല് പറിക്കാനുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പുല്ല് പറിച്ച് കൊടുത്തില്ലെങ്കിൽ അതവിടെ ഇരുന്ന് കൂടി ആകെ വൃത്തികേടാവും. പുല്ലൊക്കെ പഠിച്ച് പിന്നെ മൊത്തത്തിലൊന്ന് നനച്ചിട്ടു കേട്ടോ. അപ്പോഴാണ് അമ്മ ഗോതമ്പ് എടുത്തിട്ടിട്ടുണ്ടല്ലോ എന്ന് വിളിച്ച് ചോദിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ മറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അവൾക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. നട്ടപ്പാറ വെയിലാണ്, കയറണോ വേണ്ടിയെന്ന് ആലോചിച്ചു കേട്ടോ. പിന്നെ ചിലപ്പോൾ അമ്മ കയറി നോക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് റിസ്ക് എടുത്തില്ല. ഞാൻ നേരെ പോയിട്ട് ഗോതമ്പ് എടുത്ത് വെയിലത്തിട്ടു കേട്ടോ. വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ, നല്ല വെയിലുണ്ട് കേട്ടോ മുകളിൽ. ഈ സമയത്ത് എന്തായാലും പുറത്ത് പോകാൻ ഞാൻ നന്നായിന്ന് തോന്നി. പിന്നെ ഇപ്പോൾ അടിയിൽ വന്ന് പിന്നെ റെഡി ആവൽ, ഫുഡ് കഴിക്കൽ പരിപാടിയൊക്കെ ആയിരുന്നു. അതിനുശേഷം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് തൃപ്രയാറ് പോയി സാധനങ്ങളൊക്കെ വാങ്ങാമെന്നാണ്. പിന്നെ വിചാരിച്ചു പോർക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കറങ്ങി വരുമ്പോൾ നേരം വൈകും, അതുകൊണ്ട് അത് വാങ്ങിക്കൊടുത്തിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ നമ്മൾ തുന്നലിൽ ചേച്ചിനെ നമുക്ക് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ നീട്ടി ഇന്ന് തരാമെന്നാണ് പറഞ്ഞത്. പോയപ്പോൾ സംഭവം തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ പോർക്കിൻ്റെ അവിടേക്ക് പോയിട്ടോ. പോർക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ വിചാരിച്ചു പലഹാരം വാങ്ങിയിട്ട് വീട്ടിൽ പോകാമെന്ന്. അല്ലെങ്കിൽ പിന്നെ അതും കൊണ്ട് തൃപ്രയാർക്ക് വീണ്ടും ചോക്കണം, ചിലപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ലേറ്റ് ആയാലോ. അതുകൊണ്ട് ബ്ലൂ ഡെല്ലിൽ കയറിയിട്ടോ. നമ്മൾ ബ്ലൂ ഡെല്ലിലാണ് പിന്നെ എപ്പോഴും കയറുന്നുണ്ടാവുക. ആദ്യം തന്നെ ചായ കുടിച്ചിട്ടോ. ഇനി വീട്ടിൽ പോയി ചായ കുടിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ കയറിപ്പോയി ചായയാണ് കുടിച്ചത്. പിന്നെ അവൾക്ക് വേണ്ട കേക്ക് സാധനങ്ങളൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബിസ്ക്കറ്റ് ഉഷമ്മായി അവൾക്ക് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അവരുടെ ക്യാൻറ്റീനിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ബിസ്ക്കറ്റ് ഒന്നും എടുത്തില്ല. പിന്നെ ബിസ്ക്കറ്റിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അവൾക്ക് കേക്ക്, മിഠായി അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. കേക്കൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കപ്പലണ്ടി അണ്ടിപ്പരിപ്പൊക്കെയാണ് കേട്ടോ വാങ്ങാൻ പോയത്. സാധാരണ കപ്പലിന് മാത്രം വാങ്ങി കൊടുക്കാറാണ് അമ്മ പതിവ്. പക്ഷേ ഇന്ന് അണ്ടിപ്പരിപ്പൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബദാം വാങ്ങിക്കൊടുക്കാറുണ്ട് കേട്ടോ. ബദാം അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ബദാം വിചാരിക്കുന്ന ഇത്ര ടേസ്റ്റ് ഇല്ല അത്രേ, അതുകൊണ്ട് ബദാം ഒന്നും വാങ്ങിയില്ല. അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. മിച്ചർ, കൊക്കോട് അങ്ങനത്തെ ഐറ്റംസൊക്കെ അച്ഛൻ വറക്കണോടത്തുനിന്ന് ഡയറക്റ്റ് പോയി വാങ്ങിയിട്ട് കൊണ്ടുവരാനാണ് കേട്ടോ പതിവ്. അങ്ങനെ വാങ്ങുന്നതാണ് കുറച്ചും കൂടി നമുക്ക് ലാഭമായിട്ടുള്ളത്. 1 കിലോയ്ക്കൊക്കെ ഇവിടെ പാക്കറ്റിൽ വെച്ചതിനേക്കാളൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അച്ഛൻ്റെ മേഖല ആയതുകൊണ്ട് അച്ഛൻ വാങ്ങിക്കൊണ്ടിരും. പിന്നെ നമുക്ക് ഷാമ്പു അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ആൾ ബോഡി വാഷാണ് ഉപയോഗിക്കുന്നത്. ബോഡി വാഷ്, ഷാമ്പു, പിന്നെ ബ്രഷ്, പേസ്റ്റ് എല്ലാം വാങ്ങിക്കൊണ്ടുപോകണം കേട്ടോ. അവിടെ അവരുടെ അടുത്ത് അങ്ങനെ വലിയ ഷോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ഐറ്റംസ് കിട്ടൽ കുറവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടുപോകലാണ് പതിവ്. അപ്പോൾ ഇത്തിരി വലിയ പാക്കറ്റ് വാങ്ങിക്കൊണ്ടുപോയാൽ തിരിച്ചവൾ വരണ വരെ അത് ഉപയോഗിക്കാമല്ലോ. 1-2 മാസമൊക്കെ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ വീട്ടിൽ സവാള, ഉരുളക്കിഴങ്ങ്, ഉള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും വന്നപ്പോൾ ഓഫർ കണ്ട കാരണം അതും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ കൊണ്ടാറ്റ ഐറ്റംസിൽ മുളക് അവൾ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഈ വട്ടം അവൾക്ക് മുളക് വേണ്ട അത്ര, കൈപ്പയ്ക്ക മാത്രം മതി കേട്ടോ. അപ്പോൾ 3 പാക്കറ്റ് കൈപ്പയ്ക്കാണ് എടുത്തത്. 3 പാക്കറ്റ് ചെറിയ പാക്കറ്റ് പോലെ തോന്നുമെങ്കിലും വറുത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും കേട്ടോ. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നേരെ വന്ന് ബില്ലടിച്ച് നമ്മൾ ബ്ലൂ ഡെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വീട്ടിൽ ഈ ഐറ്റംസ് മുഴുവൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് സാധനങ്ങൾ വാങ്ങാനായിട്ട് തൃപ്രയാർക്ക് പോകാൻ കേട്ടോ. ആദ്യം തന്നെ മുകളിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. മുകളിലേക്ക് വണ്ടി കൊണ്ടുപോകാറില്ല കേട്ടോ. കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചൊരു ദൂരെ കൊണ്ടുവന്ന് ഇടേണ്ടി വരും. പിന്നെ വീണ്ടും വേറെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നമ്മൾ റിട്ടേൺ വേണ്ടി വരുന്ന കാരണം നമ്മൾ സെൻറ്ററിൽ തന്നെ ഇട്ടിട്ട് അവിടേക്ക് നടക്കാണ് കേട്ടോ ചെയ്തത്. ആദ്യം ട്രെൻസിൽ കയറി ടോപ്പ് നോക്കാനാണ് കേട്ടോ. അമ്മയ്ക്ക് 2 ടോപ്പ് എടുക്കണമെന്നാണ് കയറിയത്. പക്ഷേ എനിക്ക് വലിയ കാര്യമായ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മൾ പുറത്ത് കണ്ട ഓഫർ കണ്ടിട്ടാണ് ഉള്ളിലേക്ക് കയറുക. പക്ഷേ ഉള്ളിൽ കയറുമ്പോഴാണ് മനസ്സിലാവുക ഒരു കുന്ത അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല എന്ന് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്കാണ് പോയത്. സ്റ്റുഡിയോ പോയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പറക്കി എടുക്കുന്നുണ്ട്. ലിപ് ബാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങുന്നത്. ഒന്ന് ഇവിടെ നല്ല ഓഫർ ഉണ്ടാവും, അതുകൊണ്ടാണ് മെയിനായിട്ട് ഇവിടെ നിന്ന് വാങ്ങുന്നത് കേട്ടോ. പിന്നെ അവളവിടെ നിന്ന് 2 ബാഗ് ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് കളർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അതെടുത്തില്ല. പിന്നെ പെർഫ്യൂം വേണമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ പോയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ.
ഞാൻ പിന്നെ അവൾക്ക് ആവശ്യമുള്ള കൺമഷി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഈ വക സാധനങ്ങൾക്കൊക്കെ. പിന്നെ ഇവിടെ കവറിന് കാശ് കൊടുക്കണം ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. കാരണം മുമ്പ് ആൾക്കാരിങ്ങനെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാറുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാറില്ലല്ലോ. കവർ വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്നാണ് പറയാറ്. ഈ വട്ടം വാങ്ങിയപ്പോഴാണ് മനസ്സിലായത് കവറിന് കാശ് കൊടുക്കണം കേട്ടോ. അവിടെ നിന്നിറങ്ങി നേരെ വന്നത് അച്ഛനൊരു ചെരുപ്പ് വാങ്ങാനാണ് കേട്ടോ. ആൾ കുറേ ദിവസമായി ചെരുപ്പിൻ്റെ കാര്യം പറയുന്നു. ഇന്ന് എന്തായാലും ഒരു സർപ്രൈസ് ആയിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ്റെ കശിനിയാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഹൈലിക്കാണ് കേട്ടോ വന്നത്. അവൾക്ക് കുറച്ച് സ്റ്റെഡൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അവളത് വാങ്ങുന്ന സമയം കൊണ്ട് ഞാൻ പോയി ത്രെഡ് ചെയ്തിട്ട് വന്നു കേട്ടോ. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഏടിയാണെന്ന് മനസ്സിലായത്. പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. ഇന്നത്തെ വീഡിയോയുടെ എൻഡിക്ക് വന്നിട്ടാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. ബൈ ബൈ.